ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണോ? മഴയൊക്കെ മാറിയോ? നല്ല മഴയല്ലേ അല്ലേ? നല്ല മഴയാണ്. ഇനി ഇച്ചിരി ഒരു ചെറിയ തോർച്ചയൊക്കെ ഉണ്ട്, കാണുന്നുണ്ട്. മക്കൾക്കൊക്കെ ഇന്ന് ക്ലാസ് ഉണ്ട്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണ്, എല്ലാവരും സേഫൊക്കെ ആയിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? ഞാൻ ഇന്ന് വൈകുന്നേരം ചായക്ക് കടിയൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്തു ഒരു പലഹാരം ഉണ്ടാക്കാൻ ഓർത്തു, അത് പായസമായിട്ടും കുടിക്കാം. അപ്പം ഞാൻ ഓർത്തത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാം. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാർക്കും കാണിച്ചു തരണ്ടേ. അപ്പം അരിപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, കുഞ്ഞിപ്പത്തിരി പായസം പോലെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം വൈകുന്നേരം ഒരു ചെറുകടി നമുക്ക്. അപ്പം എൻ്റെ കൂടെ വരുമല്ലേ, നമുക്ക് ഒന്നിച്ച് പോയി ഉണ്ടാക്കാം. ഒന്നിച്ച് പോകുമ്പോൾ പ്രത്യേകം ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് പോയാലോ? ബാ, എൻ്റെ കൂടെ വാട്ടോ. അങ്ങനെ പത്തിരിപ്പൊടി, നമ്മുടെ ഈ അരിപ്പൊടി വറുത്തതാണ്. ഈ അരിപ്പൊടി വറുത്തതെന്ന് പറഞ്ഞാൽ വെള്ളയപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ പൊടിയാണ് കേട്ടോ. അതുണ്ട്. നാല് ഭാഗത്ത് എടുത്തിട്ട് 4 അടപ്പിന് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം. എൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ച് തിളയ്ക്കാനായി കേട്ടോ. വെള്ളത്തിൻ്റെ അകത്ത് ലേശം എണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിളച്ച് വെക്കാം, എന്നിട്ട് നമുക്ക് ആക്കാം കേട്ടോ. അങ്ങനെ വെള്ളം ചൂടായി തിളച്ച് കൊണ്ടുവന്ന് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയെടുക്കാം. അപ്പോൾ ചൂടുള്ള തിളച്ച വെള്ളമല്ലേ. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ, ഉണ്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ പരുവത്തിൽ കുഴച്ചെടുക്കും. നമുക്ക് കുറച്ച് വെള്ളം അധികം കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിൽ വെള്ളം കൂടിപ്പോകും. നല്ല ചൂടാ. ഇനി നമുക്കിത് ശരിക്കും കുഴയ്ക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് വെച്ചിടാം. അങ്ങനെ നമ്മൾ കുഴച്ച് നല്ല സെറ്റാക്കി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉരുട്ടി വെച്ച് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിടാം. നന്നായിട്ട് ഉരുട്ടണേ. കയ്യെ പിടിക്കാതെ ഇച്ചിരി എണ്ണ വറ്റണം കേട്ടോ. ഇത്രയും വലിപ്പത്തിൽ. എന്നിട്ട് നമ്മുടെ ഈ പെരുവിരലും കൊണ്ട് പയ്യെ ഇങ്ങനെ കുഞ്ഞിപ്പത്തിരി ആക്കൂലേ, ഇതേപോലെ. അങ്ങനെ ഇതേപോലെ എല്ലാം ആക്കട്ടെ. ആക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ആക്കി കേട്ടോ. അമ്മമാരും കൂടി ഇതാക്കാൻ വേണ്ടി, പക്ഷേ അമ്മമാരുടെ ഇച്ചിരി വലുതായിപ്പോയി ഇത്. ഞാൻ ഉണ്ടാക്കി കുഞ്ഞിതാണ് വേണ്ടത്. നല്ല സാരമില്ല, പാവങ്ങൾ ഉണ്ടാക്കി തന്നല്ലോ, സഹായിച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ആവി കയറ്റണം. അപ്പം തട്ടയിൽ ഇച്ചിരി എണ്ണ തൂക്കാം കേട്ടോ നമുക്ക്, എന്നുവെച്ചാൽ പിടിക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ തട്ട് വെച്ച് എണ്ണ തൂത്തു. ഇനി നമുക്ക് ഇതിലേക്ക് പെറുക്കി വെക്കാം. എല്ലാം ആവി കയറട്ടെ. ആവി കയറി വേവട്ടെ കേട്ടോ. നമുക്കിത് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പത്തിരി റെഡിയായി. നമ്മുടെ വെന്ത് കേട്ടോ. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചിട്ട് ബാക്കിയാണ്. അങ്ങനെ നമ്മുടെ നല്ല ചോട് കട്ടിയുള്ള ചട്ടി വെക്കണം കേട്ടോ. ചീനിട്ട് ഇനി നമുക്ക് പാനി വെക്കും. ഇതെല്ലാം ഉരുക്കിയതാണ്, ഉരുക്കി അരിച്ച് വെച്ചതാണ് കേട്ടോ.
ഇനി ചൂടായിക്കോട്ടെ, കാച്ചി വെക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ പായസമൊക്കെ ആക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഒരു ചെറുകടിയല്ലേ ഉണ്ടാക്കുന്നത്. അയ്യാൻ നമുക്ക് ചൂടായതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിക്കാത്ത നെയ്യായി കേട്ടോ. ഒരു സ്പൂണ് നെയ്യ്. നെയ്യിൻ്റെ ചുവ ഇഷ്ടമല്ലെങ്കിൽ ഒഴിക്കില്ല കേട്ടോ. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. തിളച്ചോട്ടെ. അപ്പോൾ തിളച്ച് ഇനി നമ്മൾ കുഞ്ഞിപ്പടി പത്തിരി വെക്കില്ല, നമ്മൾ ആക്കി വെച്ചാൽ കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് വീഴില്ല കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് ഒട്ടിപ്പിടിച്ചൊന്നുമില്ല കേട്ടോ. ഇതിൽ കിടന്ന് ഇനി നന്നായിട്ട് കുറുകി വരണം. റെഡിയായിട്ട് ഇനി നമുക്ക് അരിപ്പാലൊഴിക്കാം. അരിയുടെ പാലൊഴിക്കാം കേട്ടോ. വലിയ നിറക്കി കൊടുക്കാം. ഇനി ഇത് കുറുകി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇത് കുറുകി അടിപൊളിയായി കേട്ടോ. കഴിച്ച് കാണിച്ചതാ. അങ്ങനെ നമ്മുടെ ഇത് റെഡിയായി കേട്ടോ. ഇതേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട്. പത്തിരി കൊണ്ട് കുഞ്ഞിപ്പത്തിരിയും കൊണ്ട് ഉണ്ടാക്കിയാണ്, ചെറുകടി പോലെ. അപ്പം നല്ല നെയ്യിൻ്റെയും ഏലക്കായിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ വേണമെങ്കിൽ ഏത്തപ്പഴമൊക്കെ മുറിച്ചിടാം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തത് തന്നത്. പിന്നെ ഇത് ചെറുകടിയില്ലേ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇച്ചിരി തേങ്ങാപ്പാലും ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് പായസമായിട്ട് കുടിക്കാം. ഇപ്പം പിള്ളേർക്ക് സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് ഒരു ചെറുപിടിയോ പിള്ളേർക്ക് വലിയവർക്കെല്ലാം കഴിക്കാം കേട്ടോ. കുഞ്ഞിപ്പത്തിരി പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് ഓരോ കഷ്ണം ചായ അടിപൊളി കട്ടൻ ചായയും കുടിക്കുമ്പോൾ വഴങ്ങാറ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. കഴിച്ച് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യിൻ്റെയൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ പറയണം കേട്ടോ. എല്ലാവരും കണ്ടു, അത് ഓരോ ലൈക്കൊക്കെ തരണം കേട്ടോ. നമ്മുടെ ഇതെല്ലാവരും കണ്ടുപോകുള്ളൂ. ഒരു ലൈക്കൊക്കെ തരണേ, നമ്മൾ പാവങ്ങളല്ലേ. ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.